ആര്യ ശങ്കർ. AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ BBAയുടെയും BComൻ്റെയും സിലബസുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് BSc ഇലക്ട്രോണിക്സിൻ്റെ സെമസ്റ്റർ ബേസ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നും അതുപോലെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സിലബസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റുള്ള സെമസ്റ്ററുകളുടെ സിലബസ് നമുക്ക് വരുന്ന മുറയ്ക്ക് തന്നെ, അതായത് ഒരു സെമസ്റ്റർ ബേസ് ക്ലാസ് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെമസ്റ്റർ 1ൻ്റെ സിലബസും അതുപോലെ എല്ലാ സെമസ്റ്ററിലെയും കോഴ്സുകൾ, ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ സെമസ്റ്റർ 1ൽ നിങ്ങൾ ഇംഗ്ലീഷ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് എന്ന ലാംഗ്വേജ് കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് EN1111 ആണ്. അതുപോലെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് 1 പഠിക്കേണ്ടതായിട്ടുണ്ട്. MM1121.8 ആണ് അതിൻ്റെ കോഴ്സ് കോഡ്. അതുപോലെ തന്നെ കോർ കോഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാബ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി കോഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഇൻ C സെമസ്റ്റർ 1ൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. സെമസ്റ്റർ 2ൽ ഇംഗ്ലീഷ് 2 റൈറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സായ മാത്തമാറ്റിക്സ് 2 പഠിക്കേണ്ടതായിട്ടുണ്ട്. കോർ കോഴ്സ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സും നെറ്റ്വർക്ക് അനാലിസിസും, അതുപോലെ 2 ലാബുകളുണ്ട്, ബേസിക് ഇലക്ട്രോണിക്സ് ലാബും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബും. പിന്നീട് കോംപ്ലിമെൻ്ററി കോഴ്സ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സെമസ്റ്റർ 3ൽ ഇലക്ട്രോണിക് സർക്യൂട്ട്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മൈക്രോ പ്രൊസസ്സർ ആൻഡ് ഇൻ്റർഫേസിംഗ്, ഇലക്ട്രോണിക് സർക്യൂട്ട് ലാബ് ഉണ്ടായിരിക്കുന്നതാണ്, മൈക്രോ പ്രൊസസ്സർ ലാബ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ കോംപ്ലിമെൻ്ററി കോഴ്സസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് 3യും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സെമസ്റ്റർ 4ൽ അപ്ലൈഡ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, സിഗ്നൽ ആൻഡ് സിസ്റ്റം എന്ന കോർ കോഴ്സുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 2 ലാബാണുള്ളത്, ലീനിയർ IC ലാബും കമ്മ്യൂണിക്കേറ്റഡ് ലാബും. പിന്നീട് ഒരു ഇലക്റ്റീവ് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. സെമസ്റ്റർ 5ൽ ആൻറ്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. പിന്നീട് നിങ്ങളൊരു സിമുലേഷൻ ലാബ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു റിലേറ്റീവ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു മിനി പ്രോജക്റ്റും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെമസ്റ്റർ 6ൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം പഠിക്കേണ്ടതായിട്ടുണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതായിട്ടുണ്ട്, നാനോ ഇലക്ട്രോണിക്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീടുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു സെമിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ ഒരു പ്രോജക്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ ഇലക്റ്റീവ് സബ്ജക്റ്റ് ഒരെണ്ണം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ആദ്യം നമുക്ക് ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്റ്റീവ് സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, പ്രോഗ്രാമിംഗ് ഇൻ ജാവ, പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്, മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് എംബെഡഡ് സിസ്റ്റം. അതുപോലെ തന്നെ ഇലക്റ്റീവ് കോഴ്സ് സെക്ടോർഡായിട്ട് പഠിക്കാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ, മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, സൈബർ ലോസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നിവ പഠിക്കുന്നതാണ്. ഓപ്പൺ കോഴ്സുകൾ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഇലക്ട്രോണിക്സ് ടെക്നോളജി, ഇൻട്രൊഡക്ഷൻ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ് ഓപ്പൺ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സെമസ്റ്റർ ബേസുള്ള സിലബസുകൾ നോക്കാം. ആദ്യം തന്നെ ഇംഗ്ലീഷാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടി വരിക ഇംഗ്ലീഷാണ്. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസിൽ നമുക്ക് ഏതൊക്കെ എത്ര മൊഡ്യൂളുകളുണ്ട് അതിൻ്റെ സിലബസുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മൊഡ്യൂൾ 1ൽ പ്രൊനൗൺസിയേഷൻ എന്ന ഒരു ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ ഫോണമിക് സിമ്പിൾസ്, കോൺസണൻസ്, വൊവൽസ്, സിലബിൾസ്, വേർഡ് സ്ട്രെസ്, സ്ട്രോങ് ആൻഡ് വീക്ക് ഫോം, ഇൻറ്റൊനേഷൻ എന്നിവയാണ് പഠിക്കേണ്ടത്. മൊഡ്യൂൾ 2ൽ ലിസണിങ് സ്കിൽസ് ആണ് എൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിംഗ്, ആക്റ്റീവ് ലിസണിങ്, ബാരിയേഴ്സ് ടു ലിസണിങ്, അക്കാഡമിക് ലിസണിങ്, ലിസണിങ് ഫോർ ഡീറ്റെയിൽസ്, ലിസണിങ് ആൻഡ് നോട്ട് ടേക്കിംഗ്, ലിസണിങ് ഫോർ സൗണ്ട് കണ്ടന്റ് ഓഫ് വീഡിയോ, ലിസണിങ് ടു ടോക്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ, ലിസണിങ് ഫോർ മീനിങ്, ലിസണിങ് ടു അനൗൺസ്മെൻറ്റ്, ലിസണിങ് ടു ന്യൂ പ്രോഗ്രാംസ് എന്നിവ പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 3ൽ സ്പീക്കിംഗ് സ്കിൽസ് ആണ് ഹെഡിങ്. ഇൻട്രാക്റ്റീവ് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, set expression in different situation, greeting, introducing, making request, asking for, giving permission, giving instruction and direction, agreeing, disagreeing, seeking and giving advice, inviting and apologizing, telephonic skill, conversational manners. Module 4ൽ dialogue practice. Students should be given ample practice in dialogue using core and supplementary materials.
നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്, അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ജോൺ നാഥൻ മാർക്സിൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ യൂസ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് 2007 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ടോണി ലിഞ്ചിൻ്റെ സ്റ്റഡി ലിസണിങ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് 2008, ആ ബുക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 1 മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് ആണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ ഇവാലുവേഷൻ ഓഫ് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്, ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ കോഓർഡിനേഷൻ സിസ്റ്റമാണ്, ട്രാൻസ്ഫോർമേഷൻ ടു പോളാർ, സ്ഫിരിക്കൽ ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, വെക്റ്റർ അനാലിറ്റിക്സ്, വെക്റ്റർ ഡിഫറൻസിയേഷൻ, ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, കേൾ, റിലേഷൻസ് ഇൻവോൾവിംഗ് വെക്റ്റർ ഇൻ്റഗ്രേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് only ഓഫ് ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം ആൻഡ് ഡൈവേർജൻസ് തിയറം, വേരിഫിക്കേഷൻ ആൻഡ് യൂസ് ഇൻ ഇവാലുവേറ്റിംഗ് ഇൻ്റഗ്രൽസ്. മൊഡ്യൂൾ 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്, ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ, കോഷി ആൻഡ് ലെജൻഡേഴ്സ് ഫോം, സ്മിൽട്ടൺസൺ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്, integral transforms, Laplace transform, inverse Laplace transform. Module 3 partial differentiation, partial derivatives of first and higher order rulers theorem, chain rule, Fourier series, Dirichlet's condition, Euler's formula, function with periods, 2 pi and half range series, partial differential equation, solution of wave equation and one-dimensional heat equation ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ എന്നിവയാണ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കേണ്ടതായിട്ട് വരിക. അതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് എർവിൻ ക്രെസിൻസിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, വില്ലി ഈസ്റ്റൺ, അതുപോലെ തന്നെ B.S. ഗ്രേവൽ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ഖന്ന പബ്ലിഷേഴ്സ്, മൈക്കിൾ ഡി ഗ്രീൻബർഗിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ പേഴ്സൺ എഡ്യൂക്കേഷൻ എന്നീ ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ സിലബസുകൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതിൻ്റെ ഡെഫിനേഷൻ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നാച്ചുറൽ റിസോഴ്സ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നൊരു യൂണിറ്റ് 2 എന്ന് പറയുന്നതിൽ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ്, എ ഫോറസ്റ്റ് റിസോഴ്സ്, യൂസ് ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ, കേസ് സ്റ്റഡീസ്, ടിമ്പർ എക്സ്ട്രാക്ഷൻ, മൈനിങ്, ഡാംസ് ആൻഡ് ദർ എഫക്റ്റ് ഓൺ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ പീപ്പിൾ, വാട്ടർ റിസോഴ്സസ്, യൂസ് ആൻഡ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ, ഫ്ലഡ്, drought, conflicts over water, dams, benefit and problems, mineral resources, use and exploitation, environmental effect of extracting and using mineral resources, case studies. അതുപോലെ ഫുഡ് റിസോഴ്സസിൽ വേൾഡ് ഫുഡ് പ്രോബ്ലംസ്, ചേഞ്ച് കോസ്ഡ് ബൈ അഗ്രികൾച്ചർ ആൻഡ് ഓവർഗേസിംഗ്, എഫക്റ്റ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് പ്രോബ്ലംസ്, വാട്ടർ ലോഗിംഗ്, സാലിനിറ്റി ആൻഡ് കേസ് സ്റ്റഡീസ്. അതുപോലെ തന്നെ എനർജി റിസോഴ്സസിൽ ഗ്രോയിങ് എനർജി നീഡ്സ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്, യൂസ് ഓഫ് ഓൾട്ടർനേറ്റ് എനർജി സോഴ്സ്, കേസ് സ്റ്റഡീസ്. അതുപോലെ ലാൻഡ് റിസോഴ്സസിൽ ലാൻഡ് റിസോഴ്സസ്, ലാൻഡ് ഡീഗ്രഡേഷൻ, മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സ്, സോയിൽ ഇറോഷൻ ആൻഡ് ഡിസർട്ടിഫിക്കേഷൻ, റോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇക്വിറ്റബിൾ യൂസ് ഓഫ് റിസോഴ്സ് ഫോർ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. യൂണിറ്റ് 3 എന്ന് പറഞ്ഞ എക്കോസിസ്റ്റം ആണ്. മൊഡ്യൂൾ 1 തന്നെയുള്ള യൂണിറ്റ് 3 എക്കോസിസ്റ്റം ആണ്. അതിൽ കൺസെപ്റ്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ആൻ എക്കോസിസ്റ്റം, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്, എനർജി ഫ്ലോ ഇൻ ദ എക്കോസിസ്റ്റം, ecological succession, food chain, food web and ecological pyramid, introduction, type, characteristic features, structures and function of the ecosystem, forest ecosystem, grassland ecosystem, desert ecosystem and aquatic ecosystem. മൊഡ്യൂൾ 2 യൂണിറ്റ് 1 ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, ജനറ്റിക്, സ്പീഷ്യസ് ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ബയോജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ, വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി, കൺസംപ്റ്റീവ് യൂസ്, പ്രൊഡക്റ്റീവ് യൂസ്, സോഷ്യൽ, ethical and aesthetical and option values, biodiversity at global, national and local level, India as a mega diversity nation, hotspots of biodiversity, threats to biodiversity, habitat loss, poaching of wildlife, man-wildlife conflicts, endangered and endemic species of India, conservation of biodiversity, in situ and ex situ conservation of biodiversity.
യൂണിറ്റ് 2-ൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ, കോസ്, എഫക്റ്റ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആൻഡ് മറൈൻ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, ന്യൂക്ലിയർ ഹസാർഡ്സ്. അതുപോലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കോസ്, എഫക്റ്റ് ആൻഡ് കൺട്രോൾ മെഷർ ഓഫ് urban ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, റോൾ ഓഫ് an individual in prevention of pollution, pollution case study, disasters management, floods, earthquakes, cyclone and landslides. മൊഡ്യൂൾ 3-ൽ യൂണിറ്റ് 1 ആയിട്ട് സോഷ്യൽ ഇഷ്യൂ ആൻഡ് എൻവയോൺമെൻറ്റ് പഠിക്കണം. ഫ്രം അൺസസ്റ്റൈനബിൾ ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അർബൻ പ്രോബ്ലം റിലേറ്റഡ് ടു എനർജി, വാട്ടർ കൺസർവേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, watershed management, resettlement and rehabilitation of people, its problem and concern, case studies. Environmental ethics, issue and possible solution, climatic change, global warming, acid rain, ozone layer depletion, nuclear accidents and holocaust, case studies. Wasteland reclamation, consumerism and waste product, Environment Protection Act, Air Prevention and Control of Pollution Act, Water Act, Wildlife Protection Act, Forest Conservation Act, issue involved in enforcement of environmental legislation, public awareness. Unit 2-ൽ human population and the environment, population growth, variation among nation, population exploitation, family welfare program, environment and human health, human rights, value education, HIV, AIDS, women and child welfare, role of information technology in environment and human health, case studies. Module 4-ൽ waste management, pollution prevention, physical operation for waste treatment, physico-chemical process for waste treatment, biological process for waste treatment, territorial treatment for water, wastewater reclamation, water and wastewater treatment. ഇതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ഇറാഖ് ഫറോഷയുടെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, യൂണിവേഴ്സിറ്റി പ്രസ് ഇന്ത്യ PVT ലിമിറ്റഡ് 2006, കുര്യൻ ജോസഫ് ആൻഡ് ആർ നാഗേന്ദ്രൻ്റെ എസെൻഷ്യൽ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പേഴ്സൺ. അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സെമിസ്റ്റർ 1-ൽ പഠിക്കാനുള്ള മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതിൽ മൊഡ്യൂൾ 1-ൽ പാസീവ് കമ്പോണൻസ്, റെസിസ്റ്റേഴ്സ്, സ്പെസിഫിക്കേഷൻ ആൻഡ് കളർ കോഡിംഗ്, കപ്പാസിറ്ററിൽ പ്രിൻസിപ്പിൾ, സ്പെസിഫിക്കേഷൻ ആൻഡ് കളർ കോഡിംഗ്, ഇൻഡക്ടേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ, സ്പെസിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, AC ഫണ്ടമെന്റൽസിൽ ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, വേവ് ഫോം, ഫ്രീക്വൻസി, പീരീഡ്, ആവറേജ് വാല്യൂ, RMS value and form factor, phasor representation of alternating quantities, rectangular, polar and exponential form, concept of impedance, admittance, conductance and susceptance, phasor representation, J notation, power and power factor in AC circuit, active, reactive and apparent power. Module 2-ൽ 3-phase system, generation of 3-phase system, generation of 3-phase voltage, advantage of 3-phase system, star and delta connection, relation between line and phase voltage, line and phase current, transformers, construction of single phase and 3-phase transformers, EMF equation, losses and efficiency, DC machine, DC generator and DC motor type, characteristics application, AC machine, 3-phase induction motor, construction and principle of operation. Module 3-ൽ diodes, PN junction diode, principle of doping, formation of barrier potential, forward and reverse biasing, VI characteristics, working of Zener diode, bipolar junction transistor, NPN transistor, typical doping, working, concept of CB, CE and CC configuration, current gain of each input and output, characteristics of CE configuration, rectifiers and power supply, block diagram, circuit diagram and working half wave and full wave, including bridge rectifiers, amplifiers, circuit diagram and working of CE amplifier function of each component. Module 4-ൽ qualitative treatment only, that is radio communication, principle of AM and FM, waveform, bandwidth, block diagrams of AM and FM transmitter, block diagram of AM and FM super hydrogen receiver, satellite communication, concept of geostationary satellite, frequency band used, block diagram of earth station transmitter and receiver, optical communication, block diagram of the optical communication system, principle of light transmission through fiber, advantage of optical communication. ഇതിൽ എനിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്ക് എന്ന് പറയുന്നത് കെ ഗോപകുമാറിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫേസർ ബുക്ക് 2013. അതുപോലെ മിറ്റൽ VN ആൻഡ് എമിറ്റൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടാറ്റ MC ഗ്രോ ഹിൽ സെക്കൻഡ് എഡിഷൻ 2012. അടുത്തതായിട്ട് നിങ്ങൾക്കുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്ക്ഷോപ്പാണ്. അതിൽ നമുക്ക്
പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പാർട്ട് 1-ൽ ഇലക്ട്രിക്കൽ ബേസിസ് ആയിട്ടുള്ള വർക്ക്ഷോപ്പാണുള്ളത്. സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ writing system, safety, simple tools, accessory, wire and cables. This topic covers the safety measure and protection against electric shock, first aid, tool used for electrical wiring, electrical accessories, wires and cable and standard symbols. അടുത്തത് സിമ്പിൾ വയറിംഗ് സർക്യൂട്ടിൽ the topic covers series and parallel circuit using SPST switches with plug point in PVC conduct system, PVC casing system, a circuit for light, fan and cold bell control, circuit with SPDT switches, staircasing wiring, circuit with fluorescent tube light, distribution board wiring with ELCB, MCB isolators. അടുത്തതായിട്ട് ടെസ്റ്റിംഗ് ഫോർ സർക്യൂട്ട്. ദിസ് ടോപ്പിക് കവർ ദ ടെസ്റ്റിംഗ് ഓഫ് ഫേസ് ആൻഡ് ന്യൂട്രൽ വിത്ത് എർത്ത് യൂസിംഗ് ടെസ്റ്റ് ലാമ്പ്. പാർട്ട് 2-ൽ ഇലക്ട്രോണിക്സ് ബേസ്ഡ് വർക്ക്ഷോപ്പാണ്. സ്റ്റഡി ഓഫ് മീറ്റേഴ്സ്, അതായത് മൾട്ടിമീറ്റേഴ്സ്, ഡിജിറ്റൽ ആൻഡ് അനലോഗ്. These topics cover the use of multimeter to check voltage, current and also to check various electronic components. Study of CRO. This topic covers the procedure to check the frequency and amplitude of a signal waveform. Study of electronic component. This topic covers the familiarization of some basic electronics component and circuit symbols, that is like resistors, capacitor, diode, transistor, ICs, etc. and identification of component values using color codes. പിന്നീട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ പിന്നീട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് പ്രോഗ്രാമിംഗ് ലാബാണ്. അതിൽ 21 പ്രോഗ്രാമുകളാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 21 പ്രോഗ്രാമുകളിൽ മിനിമം 15 പ്രോഗ്രാമുകളെങ്കിലും നിങ്ങളെ ലാബിൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ആ ഒരു ലിസ്റ്റ് നമുക്ക് നോക്കാം. പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പ്രോഗ്രാം ഫോർ പേ ബിൽ കാൽക്കുലേഷൻ, പ്രോഗ്രാം ടു കമ്പ്യൂട്ട് സം ഓഫ് സീരീസ് യൂസിംഗ് വൈൽ ലൂപ്പ്, printing of multiplication table using do or while loop, program to find whether given number is positive number or negative number or zero, program to sort a list of numbers, program to sort the strings, program to generate all the prime numbers between 1 and n when n value is supplied by the user, preparation of the rank list of a class of student, program to implement matrix addition and multiplication, program to implement Fibonacci series, program to find factorial of given n numbers without regression, program to find factorial of given n number with recursion, program to tabulate a survey data, program to count number of characters, words and line in a test, program to develop a pattern, write a function to swap the value of two variables to illustrate the concept of pass by reference, write a program to add 5 numbers by getting the value through command line increment, write a program to arrange the given n numbers in alphabetic order, write a function to calculate the sum and average of given 3 number, write a main function to call the above functions എന്നീ പ്രോഗ്രാമുകളാണ് അതിലുള്ളത്. പിന്നീട് നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കേണ്ടത് പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതിൻ്റെ മൊഡ്യൂൾ 1 നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ, കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഹൈ ലെവൽ, ലോ ലെവൽ അസംബ്ലി ലാംഗ്വേജസ്, concept of algorithm and flowchart, language translator, assemblers and compilers, interpreters, overview of C, features of C, fundamental, character set, identifiers, keywords, data type, constant, variable, operators, arithmetic, logical relation, unary, assignment, conditional and bitwise operator expressions. Module 2 structure of C program, library function, data input and output, compilation and execution of C program, control statement, if statement, if else statement, nesting of if else statement, operators, switch statement, loop control, for, while, do while, loops, break, continue, exit, go to statement. Module 3 the need of a function, definition, user define and library function, prototype of a function, calling of a function, function argument, passing argument to function, return values, nesting of function, main or command line argument and recursion. Module 4 arrays, single and multi-dimensional arrays, declaration and initialization of arrays and strings, pointers and one-dimensional arrays, structure, definition, declaration of structure variable, accessing structure members union, data file opening and closing a data file, creating a data file എന്നിവയാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് സിയിൽ പഠിക്കേണ്ടത്. അത് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ബാലഗുരുസ്വാമിയുടെ പ്രോഗ്രാമിംഗ് വിത്ത് സി TMH എന്ന ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ. അതുപോലെ തന്നെ ബൈറോൺ കോഡ്ഫ്രൈയുടെ പ്രോഗ്രാമിംഗ് വിത്ത് സി
സ്കോംസ് ഔട്ട്ലൈൻ സീരീസ് TMH എന്നീ ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇവ ഇത്രയുമാണ് സെമസ്റ്റർ 1 സിലബസുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.